ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എവർക്കും വീട്ടൊക്കെ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ഇൻട്രോയും കാര്യങ്ങളൊന്നും അധികമില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലിട്ട് പോകാം. കാരണം വെച്ചാൽ ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളൊന്നും വന്നില്ല, നമ്മളെ ബുള്ളറ്റ് കൊണ്ടാണ്. ഈ ഒരു ബുള്ളറ്റ് ഏകദേശം 3-4 മാസമായിട്ട് നിർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ നിർത്തിയിട്ടപ്പോൾ വന്ന ഈ ഒരു വണ്ടീൻ്റെ തുരുമ്പും അതേപോലെ തന്നെ മറ്റ് കംപ്ലയിൻസും കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു വണ്ടി എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ വണ്ടി കംപ്ലയിൻ്റ് ആയതുകൊണ്ടൊന്നല്ല കേട്ടോ. 4 മാസം 3-4 മാസമായിട്ട് നല്ല മഴയില്ലേ. അപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും അതായത് പുറത്ത് എവിടേക്കെങ്കിലും ഒരു കാര്യത്തിന് വേണമെങ്കിൽ ആ നേരത്തേക്ക് നമ്മൾ മഴ പെയ്യും. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് കയറുന്ന കാറാണ് യൂസ് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് ആ ഒരു 4 മാസത്തിൽ വന്ന തുരുമ്പും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിമേ. ആ ഒരു 4 മാസത്തിൽ വന്നാണെന്നല്ല, 4 മാസം നിർത്തിയിട്ടപ്പോൾ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതല്ല, ഈ ഒരു സൈലൻസറിൻ്റെ അടിയിൽ ആ ഒരു പാർട്ടിലൊക്കെ കുറച്ച് തുരുമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് കംപ്ലയിൻറ്റ് പറയാനൊന്നും ഇപ്പോൾ ഈ 4 മാസം നിർത്തിയപ്പോഴൊന്നും ഈ ഒരു വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. കാരണം വെച്ചാൽ 1/2 ലിറ്റർ പെട്രോളോ 1 ലിറ്റർ പെട്രോളോ കൊടുത്തിട്ടാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കിയത്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എണ്ണ കഴിഞ്ഞിരിക്കുകയായിരുന്നു, വറ്റി കിടക്കുകയായിരുന്നു. അതിൽ കൊടുത്തിട്ട് ഞാൻ 2-3 ഷൗട്ട് കൂട്ടിയപ്പോഴേക്കും വണ്ടി സ്റ്റാർട്ടായി. വണ്ടി അങ്ങനെ എഞ്ചിൻ്റെ കാര്യത്തിൽ പക്കാ കണ്ടീഷനാണ്, ഒരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. എഞ്ചിൻ ഇപ്പോൾ നിർത്തിയിട്ടാലും കംപ്ലയിൻ്റ് ഒന്നും വരില്ല. ഓയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ്റെ ഭാഗത്തൊന്നും ഒരു തുരുമ്പ് വന്നിട്ടില്ല കേട്ടോ, മേൽഭാഗത്തൊന്നും. ഈ ഒരു വണ്ടിൻ്റെ 70% പാർട്സും തുരുമ്പ് വരാത്ത പോലെ എനിക്ക് തോന്നി. കാരണം ആ ഒരു ഭാഗത്തൊന്നും അധികം തുരുമ്പ് വരാറില്ല. ചില ഭാഗങ്ങളുണ്ടോ ഈ ഒരു എഞ്ചിൻ്റെ ആ ഒരു സംഭവം കണ്ടില്ലേ, അവിടെ ചെറിയൊരു തുരുമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ സൈലൻസർ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. പിന്നെ സൈലൻസറിൻ്റെ ഹാഫ് പോർഷൻ, അതായത് ഇപ്പോൾ സൗണ്ട് വരുന്ന ആ ഭാഗത്തേക്ക് നല്ല പറ്റ പോയിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ സൈലൻസർ അല്ല. അതേപോലെ തന്നെ ചെയിനുമ്പോൾ ചെറിയ തുരുമ്പും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വണ്ടി നമുക്ക് ഷോറൂം കണ്ടീഷൻ ആക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു അറിവിൽ ഒരു 8000 രൂപേൻ്റെ അടുത്തൊക്കെ പൊട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 10,000-3,000 രൂപ ബാറ്ററിക്ക് തന്നെ ആവും. ഇപ്പോൾ റോയൽ എൻഫീൽഡിനെ കുറിച്ച് എനിക്ക് പറയുന്നത് വെച്ചാൽ വണ്ടി നിർത്തിയിട്ടാലൊന്നും ഒരു വണ്ടി കംപ്ലൈൻ്റ് ആവുന്നൊന്നും എനിക്ക് തോന്നില്ല. കാരണം ഇതിപ്പോൾ 4 മാസമായിട്ടല്ല, അതിൻ്റെ മുന്നേ കുറച്ച് കാലമായിട്ട് നിർത്തിയിടാറുണ്ട്. ഞാനൊരു 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ടാക്കാറ്. അപ്പോൾ കൂടുതൽ കാലം ഒരു 5-6 മാസമൊക്കെ അങ്ങനെ നിർത്തിയിടുകയാണെങ്കിൽ അത് അങ്ങനെ ഒരു പീരീഡിൽ വന്നിട്ട് ഒരു 5 മാസത്തിൻ്റെ അടുത്തൊക്കെ ഇതിന് മുന്നേ നിർത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടി. അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടായിരുന്ന ടൈമിൽ ഈ ഒരു വണ്ടിക്ക് വന്നിരുന്ന പ്രശ്നം എന്താ വെച്ചാൽ പെട്രോൾ ഒഴിച്ച് ഒരു 10-30 വട്ടം അടിക്കേണ്ട അവസ്ഥ. ഒരു അരമണിക്കൂർ നിന്ന് ചവിട്ടിയപ്പോഴാണ് വണ്ടി സ്റ്റാർട്ടായത്. പക്ഷേ വണ്ടി ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. വണ്ടി ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഒന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല. വണ്ടി പിന്നെ ഒറ്റ സ്റ്റാർട്ടിൽ തന്നെ വണ്ടി സ്റ്റാർട്ടാവും. ഇപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ പെട്രോൾ പാർന്ന് ഒരു 2-3 പ്രാവശ്യം ചവിട്ടിയപ്പോഴേക്കിനും ഒരു 2 മാസം നിർത്തിയിട്ടാണ് ഈ വണ്ടി 2-3 പ്രാവശ്യം ചവിട്ടിയപ്പോഴേക്കിനും വണ്ടി സ്റ്റാർട്ടായി. ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് വന്നിട്ടില്ല. വന്നായിരുന്ന ചെറിയ തുരുമ്പും കാര്യങ്ങളൊന്നും. പിന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ഒരു ഹാഫ് പോർഷൻ, ആ സൗണ്ട് വരുന്ന പോർഷൻ വരുന്നത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സൈലൻസറാണ്. അപ്പോൾ ഒറിജിനൽ അല്ല, ഒരു ഏകദേശം ഒരു 1200 രൂപേൻ്റെ സൈലൻസറാണ്, ലോക്കൽ സൈലൻസറാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു കോട്ടിങ് കാര്യങ്ങളൊന്നും അല്ല അതിമുള്ളത്. അതുകൊണ്ട് തുരുമ്പ് വന്നതിൽ വലിയ അതിശയവും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു വണ്ടിക്ക് ഏകദേശം വന്ന തുരുമ്പ് ഈ ഒരു ഭാഗത്താണ് കാരായിട്ട് വന്നത്. കാരണം ഒറിജിനൽ പാർട്സിൽ വന്നതാണ് ഈ ഒരു സെൻസറിൻ്റെ ഈ അടിയിലെ 2 നെറ്റ്. ഇതെനിക്ക് തോന്നിയത് വണ്ടി മേടിച്ചിട്ട് ഒരു വർഷം ആകുമ്പോൾ തന്നെ അതിൽ ചെറിയ തുരുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സെൻസറിൻ്റെ അടിയിലും ലേശം തുരുമ്പ് ഞാൻ കണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഒരു വണ്ടി മെയിൻ്റെനൻസ് ചെയ്യാൻ നല്ല പാടാണെന്ന് പറയണവർക്കുള്ള വീഡിയോ ആണ്. കാരണം വെച്ചാൽ അത്രമാത്രം മെയിൻ്റെനൻസ് ഒന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ തോന്നിയില്ല. അത് ചീപ്പായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ബുള്ളറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആയിട്ട് വലിയ ഓട്ടമൊന്നുമില്ല ഈ ഒരു വണ്ടിക്ക്. ഇപ്പോൾ ടോട്ടൽ 5 വർഷത്തിൻ്റെ അടുത്തായി ഒരു വണ്ടി എടുത്തിട്ട് ആകെ 20,000 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു വണ്ടി റണ്ണായിട്ടുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് മേജർ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഈ വണ്ടി ഒന്നുമില്ല. 2 ടയർ മാറ്റേണ്ട അവസ്ഥ മാത്രമേ. അതായത് ഒരു 14,000 കിലോമീറ്റർ ആയപ്പോൾ ഞാൻ 2 ടയറും മാറ്റി. അതേപോലെ തന്നെ ഒരു 10-12,000 കിലോമീറ്റർ ആയപ്പോൾ ഇതിൻ്റെ ചെയിനും മാറ്റി. അത്രയും മെയിൻ്റെനൻസും കാര്യങ്ങളും അതിന് വന്നിട്ടുള്ളൂ. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിന് മുന്നേ പറഞ്ഞ വീഡിയോസിലൊക്കെ വരുമ്പോൾ പോലെ ഒരു 10-45 കിലോമീറ്റർ ഒരു മൈലേജ് ഈ ഒരു വണ്ടിക്ക് ഉണ്ട്. ഇത് സ്റ്റാൻഡേർഡ് 350 അപ്പോൾ ഈ ഒരു പെയിൻറ്റും കാര്യങ്ങളും കണ്ടിട്ട് ചിലവരൊക്കെ പറയുന്നത് ക്ലാസിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ ഇത് പക്ക സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ്. ആ ഗോൾഡൻ ലൈനും ഒരു കൈ വരച്ച പെയിന്റും കാര്യങ്ങളും ഈ ഒരു വണ്ടിക്ക് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ എഞ്ചിൻസും കാര്യങ്ങളൊക്കെ 350cc വരുന്ന ആ ഒരു സ്റ്റാൻഡേർഡിന്റെ എഞ്ചിൻ തന്നെയാണ്. ബുള്ളറ്റ് എക്സ് എന്നാണ് ഈ ഒരു വണ്ടിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ഒരു വണ്ടി ഇതേപോലെ നിർത്തിയിടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. പല ഭാഗത്തും ഇതേപോലെ തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. തുരുമ്പ് വന്നാൽ തന്നെ ഒരു ഭാഗത്ത് വന്നാൽ പിന്നെ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ആകെ ഒരു പേടി എന്താ വെച്ചാൽ ഈ ഒരു ബുള്ളറ്റിൽ മെയിൻ പ്രശ്നം വെച്ചാൽ ടാങ്കിൽ തുരുമ്പ് വരും. ടാങ്കിൻ്റെ ഉള്ളിൽ തുരുമ്പ് വന്നാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. പിന്നെ ആ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ടി വരും. അതേപോലെ തന്നെ വണ്ടിക്ക് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരും, മൈലേജും കിട്ടില്ല, പെട്രോൾ ഇതിനൊക്കെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും വരും. അതുകൊണ്ട് ടാങ്കിൽ തുരുമ്പ് വരാനുള്ള
ചാൻസ് വരുത്തരുത്. വേഗം അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വേഗം റീപ്ലേസ് ചെയ്തിരിക്കും നല്ലത്. നിങ്ങൾ അതിൻ്റെ ഉള്ളിലത്തെ തുരുമ്പ് കളഞ്ഞിട്ടൊന്നും ക്ലീൻ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഈ ഒരു വണ്ടിക്ക് ടാങ്കിനുള്ളിൽ തുരുമ്പൊന്നുമില്ല കേട്ടോ. ഞാൻ അത്രയും ശ്രദ്ധിക്കണ വണ്ടിയാണ്. പക്ഷേ ശ്രദ്ധിക്കൽ ഈ ഒരു ലെവലായി പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്താൽ തന്നെ ഈ ഒരു വണ്ടിൻ്റെ ഒന്ന് കുട്ടപ്പനായി എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ PPF ഒട്ടിച്ചതാണ്. PPFിൻ്റെ അവസ്ഥയൊക്കെ പറ്റ ശോകമാണ്. ഇതാണ് ഈ പറഞ്ഞ സൈലൻസർ പറ്റ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കയ്യിൽ ഒറിജിനൽ സൈലൻസർ ഉണ്ട്. അതിന് അങ്ങനെ തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വണ്ടികൾ നിർത്തിയിടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി നല്ല മഴയൊന്നും കൊള്ളാത്ത ഭാഗത്ത് നിർത്തിയിടുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കവറൊക്കെ വലിച്ചിടുകയാണെങ്കിൽ ഇത്രയും അലങ്കോലാവില്ല എന്ന് എനിക്ക് തോന്നിയത്. ഈ ഒരു വണ്ടി ഇനി കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യണം. ഇപ്പോൾ കയ്യിൽ ക്യാഷ് വന്നാൽ ഞാൻ ആദ്യം കൊണ്ടിട്ട് ഈ ഒരു വണ്ടി മൊത്തത്തിൽ റിക്കവർ ചെയ്ത് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു അറിവിൽ 8000 രൂപേൻ്റെ അടുത്തൊക്കെ പൊട്ടുമെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ഷോറൂമിൽ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ കൊടുക്കുകയാണെങ്കിൽ 8000 9000 ഒന്നും പോരാ, അതിലും മേലെ കൊടുക്കുക. അതിന് മുന്നേ ഇതേപോലെ തന്നെ ഒരു പീരിയഡിക് സർവീസിൽ ഇതേപോലെ കുറച്ച് പാർട്സൊക്കെ ഷോറിങ് കണ്ടീഷനാക്കി തരാൻ പറഞ്ഞപ്പോൾ കോൾ വന്ന് 8000 രൂപ ഉണ്ട് പറഞ്ഞ പോലെ. പക്ഷേ അന്ന് ആ വണ്ടിക്ക് വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ കയറ്റുകയാണെങ്കിൽ എന്തായാലും ഒരു 10000 രൂപേൻ്റെ അടുത്തൊക്കെ ബില്ല് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഓയിൽ മാറ്റി, ഈ ഒരു ഓയിൽ മാറ്റി, അവിടെ മാറ്റി, ഇവിടെ മാറ്റി, സെൻസർ മാറ്റി, കീ വയർ മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം പൈസ അവർ ചാർജ് ചെയ്യും. പക്ഷെ ഞാൻ അധികം സർവീസിനും വണ്ടി പുറത്താണ് കൊടുക്കാറ്. പുറത്ത് സർവീസ് സെൻറ്ററിലാണ് കൊടുക്കാറ്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ചിലവ് വരാറില്ല. ഞാൻ ലോ ബഡ്ജറ്റിൽ തീർക്കും, കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ തീരുകയും ചെയ്യും. അപ്പോൾ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കണം. ഈ ഒരു വീഡിയോൻ്റെ പർപ്പസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേപോലെ വണ്ടിയൊക്കെ നിർത്തിയിടുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അത്ര ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടിക്ക് വന്ന അവസ്ഥ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരരുത് എന്നുള്ളൊരു ലെവലിൽ എനിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ video. See you next time. Bye bye.